ഒന്ന് ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാക്കുന്നു. അതാണ് പ്രതിപക്ഷ നേതാവിനൊക്കെ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത. പ്രതിപക്ഷ നേതാവിനെ ഒന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനെ ഒന്ന് കാണാം. പൂച്ച വിറ്റ് കിടക്കുന്ന ഖജനാവും നിരന്തരമായ പ്ലാൻ സൈസ് കട്ടിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം 10 വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. അല്ല, അതുകൊണ്ടായിരിക്കണം അദ്ദേഹവും സംഘവും ആ ചർച്ചയ്ക്ക് നിയമസഭയിലേക്ക് വന്നില്ല, പുറകെ നടന്ന് വിളിക്കുന്നത്. വരൂ ചർച്ച ചെയ്യാം. ഈ 15% ഞങ്ങൾ കുറയ്ക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ ബഡ്ജറ്റിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബാധ്യതയാണ്. അടുത്ത തവണ ഞങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ നടപ്പാക്കണ്ടേ. ആ നടപ്പാക്കണ്ടേന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ തവണയും ബഡ്ജറ്റിലെ കാര്യങ്ങൾ നടപ്പിലാക്കി വരുന്നു. അപ്പൊ പിന്നെ ഇനി ആ രീതി ഫോളോ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ഭയമാണ്. 21-ലും സമാനമായ ക്ലാസ്സിൽ കൃത്യമായി ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരുന്ന കുട്ടി ബാക്കി കുട്ടികൾക്ക് ബാധ്യതയാണെന്ന് പറയുന്ന പോലെയാണ് ഫിനാൻസ് മിനിസ്റ്ററുടെ കാര്യം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം നടപ്പിലാക്കേണ്ട ഒരു സംഗതി അല്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് കൃത്യമായി ചെയ്യുന്നു. അതിനിടയിൽ തന്നെ ഇപ്പം നേരത്തെ ചോദിച്ചിട്ട് ഞാൻ മിനിസ്റ്റർക്ക് ദേഷ്യം എന്ന് പറഞ്ഞെങ്കിലും ജനങ്ങളോട് വളരെ കാമായി മിനിസ്റ്റർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞതുപോലെ അല്ല, ആളുകൾക്ക് അല്ലല്ല അദ്ദേഹം പറഞ്ഞ എന്താ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും, ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെയല്ല, ആളുകൾക്ക് വളരെ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയ പരാമർശം ഉണ്ടായിരുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള ക്യാഷിംഗ് നടക്കില്ല എന്നായിരുന്നു. വാട്സാപ്പുകളിൽ മെസ്സേജുകൾ വരികയല്ലേ, എനിക്ക് കിട്ടിയ 1000 രൂപ എന്ന് പറഞ്ഞ എന്തൊരു അഭിമാനം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് വിളക്ക് കൊളുത്തിയ അപ്പൊ തന്നെ പൈസ കൊടുത്തു. ഈ പണം കിട്ടുന്ന ആളുകളോട് പറയാണ് ഇവർ പറയുന്ന കള്ള ഇതൊന്നും നടക്കില്ല. ഇരട്ടി മോശമാവത്തല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും പറയട്ടെ. ഞങ്ങൾക്ക് കുറെ കാലമായി ഞങ്ങൾ അധികാരത്തിയില്ല, ഞങ്ങളെ ഒന്ന് അധികാരത്തിൽ കയറ്റണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അതിനോടൊരു തോന്നലുണ്ടാവും. അല്ല, ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തത് മോശമായിട്ടല്ല, ഞങ്ങൾ കുറേ കാലം ഞങ്ങളൊരു പാർട്ടിയല്ല, ഞങ്ങളെ അധികാരത്തിൽ കയറ്റണം എന്നൊക്കെ പറയാം. ജനങ്ങൾക്ക് ബോധ്യപ്പെടാമെങ്കിൽ അവരെന്തും ചെയ്തോട്ടെ. പക്ഷേ ഈ ആളുകൾക്കെല്ലാം നേരിട്ടറിയാവുന്ന കാര്യം, ഇപ്പോൾ കോൺഗ്രസ് സംഘടനയുടെ, സർക്കാർ ജീവനക്കാരുടെ സംഘടനയുടെ ആളുകൾ ഉൾപ്പെടെ സാധാരണ ഇത് വോട്ട് ചെയ്യാൻ പോയാൽ അവരെന്താ ചിന്തിക്കുക? ഇടതുപക്ഷം ആകുമ്പോഴാണ് ഇതെല്ലാം കൊടുക്കുക. രാഷ്ട്രീയമായ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇടതുപക്ഷം ആണെങ്കിലേ ശമ്പളം കൊടുക്കൂ, ഇടതുപക്ഷം ആണെങ്കിലേ പെൻഷൻ കൊടുക്കൂ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ തെലങ്കാനയിലും പോലും ശമ്പളമില്ല, പെൻഷനില്ല. അപ്പോൾ ഇവരിതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ആളുകൾ ചിന്തിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ആളുകളുടെ അടുത്താണ് അവരിങ്ങനെ പൂച്ചപറ്റി കിടക്കുന്ന കഥ പറയുന്നത്. ഇതിപ്പോൾ വാസ്തവത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്ന കഥകളാണോ? അല്ല, ഞാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അജിത്തിൻ്റെ ഒരു പാർട്ടിലേക്കല്ല വരുന്നത്. പക്ഷേ മുമ്പ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയിലൂടെ വന്നിട്ടുണ്ട്. അജിത്തിന് നല്ല ജോലിയാണ്. ഒരുപാട് റീലുകളും വീഡിയോകളും ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ളൊരു വിവരശേഖരണം യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട്. ഗായത്രി, എനിക്ക് തോന്നിയെന്നറിയോ, ഒരു കാര്യം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഉറപ്പിക്കും, ഈ സോഷ്യൽ മീഡിയയിൽ ആ പരിപാടിക്ക് പേരിട്ടയാൾ കൃത്യമായി ധനകാര്യമന്ത്രി KN കിട്ടും. സതീശന്റെ നുണകൾ എന്ന ആ ഒരു പേര് സംഭാവന ചെയ്ത് ഞാൻ സംഭാവന ചെയ്തതല്ല. ഞാൻ ഉറപ്പിച്ചറിയോ, ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഞാൻ സമ്മതിക്കില്ല. കാരണം അതിന് പുതിയൊരു പേര് കൂടി നിട്ടു, സതീശന്റെ കല്ലുവെച്ച്.